ഇന്നൊരൽപ്പം വ്യത്യസ്തമായി ചില്ലി പോർക്ക് നമുക്ക് ട്രൈ ചെയ്യാം. അതിനായിട്ട് കുറച്ച് വെള്ളം എടുക്കുക, അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഇറച്ചി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് തിളപ്പിക്കുക. ഒന്ന് തിളച്ചാൽ മാത്രം മതി, ഇറച്ചി വേവിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇറച്ചി അടുപ്പത്തു നിന്ന് ഇറക്കി നന്നായി കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 മുട്ടയും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് സെറ്റാവാൻ വെക്കാം. ഏകദേശം എണ്ണ ചൂടാവുന്നൊരു സമയം വരെ വെച്ചാൽ മതിയാവും. വറുക്കാൻ ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം കുറച്ചായി അതിലിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഒരു സൈഡ് നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായി മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്യുക. ഇനി ക്യാപ്സിക്കം പിന്നെ സവാള വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഇത് നമുക്ക് ഗ്രേവിക്കായിട്ട് കൂടുതലായിട്ടൊന്നും വേണ്ട. പിന്നെ സോസാണ് വേണ്ടത്. ഞാനിവിടെ വറക്കാൻ ഉപയോഗിച്ച ഓയിലിൽ തന്നെയാണ് ഗ്രേവി റെഡിയാക്കണത്. അപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കവും സവാളയും ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ക്യാപ്സിക്കം സവാളയൊന്നും ഒരുപാട് വേവിക്കരുത്. ഈ സോസിലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ, ഒന്ന് പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കാൻ മാത്രമേ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇനി ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 3 ടേബിൾ സ്പൂൺ, അങ്ങനെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് നമുക്ക് ചേർക്കാം. ഇനി ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ ഗ്രേവി റെഡിയായി. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമ്മളതിലേക്ക് വെച്ചാൽ മാത്രമേ ഈ പോർക്കിൽ ഈ സോസും എല്ലാ ഫ്ലേവറും അതിൽ പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ചൂടോടെ വിളമ്പി കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.